ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴി ഗ്രാമം ജൈവ കാർഷിക വിപ്ലവത്തിലൂടെ രാജ്യാന്തര ശ്രദ്ധ നേടിയിട്ട് കാലമേറെ. വളക്കൂറുള്ള ചൊരിമണലിൽ ഫലപുഷ്ടിയേറ്റി കേരളത്തിന്റെ സ്വന്തം പച്ചക്കറി ഇനങ്ങൾ സമൃദ്ധമായി വിളയിച്ചെടുക്കുന്ന കഞ്ഞിക്കുഴി കർഷകർ ഇന്ന് നാടിന്റെ അഭിമാനമായി മാറുന്നു. ഒറ്റയ്ക്കും സംഘമായും ജൈവ പച്ചക്കറി കൃഷിയിൽ വ്യാപൃതരായിരിക്കുന്ന നൂറുകണക്കിന് കർഷകരാണ് ഇന്ന് കഞ്ഞിക്കുഴി ഗ്രാമത്തിലുള്ളത്. കഞ്ഞിക്കുഴിയിലെ ഈ കർഷക വിപ്ലവ വിജയത്തിലെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയനാവുകയാണ് കഞ്ഞിക്കുഴി ചാരമംഗലം പാപ്പറമ്പിലെ സാനുമോൻ എന്ന യുവ കർഷകൻ. പൂക്കെയ്ത പടർപ്പുകളും ചൂരൽക്കെട്ടും പുറംവേലി കാക്കുന്ന 4 ഏക്കർ കൃഷിയിടമാണ് സാനുമോനുള്ളത്. ഇതിൽ 2 ഏക്കർ ഭൂമി സ്വന്തം, 2 ഏക്കർ പാട്ടഭൂമി. കലാലയ വിദ്യാഭ്യാസം കഴിഞ്ഞെങ്കിലും കാർഷിക പാരമ്പര്യം സാനുമോനെ കൃഷിയിടത്തിലേക്ക് നയിക്കുകയായിരുന്നു. കഞ്ഞിക്കുഴിയിലെ വെളുത്ത പഞ്ചാരമണലിലേക്ക് കൈക്കോട്ടുമായി ഇറങ്ങിയ ചെറുപ്പക്കാരൻ നൂതനമായ കാർഷിക രീതികളെ അടുത്തറിയുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കൃഷിയിൽ ഒതുങ്ങാതെ ഒരേ സമയം ഒട്ടേറെ കൃഷി എന്ന നിലയിൽ ഒരു സമ്മിശ്ര കൃഷി രീതിയിലേക്ക് എത്തുകയായിരുന്നു. ചൊരിമണലിടങ്ങളിൽ പ്രകൃതി തീർത്ത നീർത്തടങ്ങളായിരുന്നു വിളകൾക്കുള്ള നനയുടെ കാര്യത്തിൽ സാനുമോന്റെ പ്രതീക്ഷ. പിന്നെ ജൈവവള വൈവിധ്യങ്ങളും മണ്ണിലേക്ക് പകർന്നപ്പോൾ ആ ഊഷരതയിൽ ഉർവരതയുടെ ഹരിത സൗന്ദര്യം നിരയിട്ടു. വെണ്ടയും പാവലും കോവലും ചീരയും ചുരക്കയും പീച്ചിലും പടവലവും പയറും കുമ്പളവും വെള്ളരിയും മത്തനും മുളകുമൊക്കെ നിറയെ കനിയിട്ടു. ഒപ്പം പച്ചക്കറി പാടക്കരയിൽ പച്ചപ്പുല്ല് യഥേഷ്ടം തിന്ന് ജേഴ്സിയും സിന്ധിയും ശുദ്ധമായ പാൽ ചുരത്തി. ചാണകവും ഗോമൂത്രവും പാടത്തേക്കുമേകി. തീർന്നില്ല, നാടൻ മുട്ടക്കോഴിക്കൂട്ടവും താറാക്കൂട്ടവും പുഴ മത്സ്യങ്ങളുമൊക്കെ സാൻമോന്റെ കൃഷിഭൂമിയിലെ അവകാശികളായി. ഇപ്പം 4 ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്ത് കൊണ്ടിരിക്കുന്നത്. 2 ഏക്കർ സ്വന്തവും 2 ഏക്കർ പാട്ടത്തിനുമായാണ് ചെയ്യുന്നത്. ഒറ്റ ഇതിൽ കിടക്കുന്ന കാരണം എനിക്ക് എല്ലാം കൊണ്ടും സൗകര്യമാണ് കൃഷി രീതി. ഞാൻ ചെയ്യുന്ന 1-2 വിള മാത്രമല്ല, എല്ലാ ഐറ്റവും ഒരു വീട്ടിലേക്ക് ആവശ്യമാകുന്ന എല്ലാ പച്ചക്കറികളും എൻ്റെ കൃഷിയിടത്തിൽ നിന്ന് തന്നെ ഉൽപ്പാദിക്കുകയാണ്. ഞങ്ങളുടെ ക്ലസ്റ്ററിൽ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പം വിപണന മാർഗത്തിന് കൃഷി വകുപ്പിൻ്റെ സഹായത്തോടു കൂടി ഏഗ്രിഡ് ക്ലസ്റ്ററിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. ആ ഔട്ട്ലെറ്റ് എൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ്. അപ്പം മാർക്കറ്റിങ്ങിനും പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൃഷി രീതി ചെയ്യാൻ കാര്യം ഇതാണ്. എല്ലാ ഐറ്റങ്ങളും കൊള്ളിച്ചുകൊണ്ട് നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ്. അതായത് പയറുണ്ട്, ചീരയുണ്ട്, വെണ്ടയുണ്ട്, വഴുതനയുണ്ട്, നെയ്ക്കുമ്പളമുണ്ട്, പച്ചമുളകുണ്ട്, തക്കാളിയുണ്ട്, വേപ്പില, ഇങ്ങനെ ഒരു വീട്ടിലേക്ക് ആവശ്യമാവുന്ന എല്ലാ വിളകളും ഞങ്ങളുടെ പറമ്പിൽ നിന്നും തന്നെ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഒന്നിനൊന്ന് പരസ്പര പൂരകങ്ങളായിട്ടാണ് കൃഷി ചെയ്തു പോകുന്നത്. അപ്പോൾ എൻ്റെ കൃഷി സ്ഥലത്ത് ഞാൻ ഉപയോഗിക്കുന്ന വളങ്ങൾ എൻ്റെ വളം തന്നെ ഉപയോഗിക്കുന്നത്. അതായത് എനിക്കൊരു ഡയറി ഉണ്ട്, 6 പശു ഉണ്ടായിരുന്നു, പശു ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ കോഴിയുണ്ട്, താറാവുണ്ട്, മുയലുണ്ട്. അങ്ങനെ നമുക്കൊരു കൃഷിക്ക് ആവശ്യമാകുന്ന വളങ്ങൾ നമ്മുടെ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. കഞ്ഞിക്കുഴിയുടെ മണ്ണിൽ നെൽവിത്ത് വിതറിയാണ് സാനുമോന്റെ കാർഷിക വർഷം ആരംഭിക്കുന്നത്. അത്
ഒരു വിരിപ്പൂ കൃഷി മാത്രം. വിരിപ്പൂ കൃഷി കൊയ്ത്തിന് ശേഷമാണ് സാനുവിന്റെ കഞ്ഞിക്കുഴിപ്പാടം പച്ചക്കറി വിളകൾക്കായി ഒരുങ്ങുക. പച്ചക്കറി ചെയ്യാൻ വേണ്ടി നമ്മൾ നെല്ല് ഒറ്റ കൃഷിയാണ് ചെയ്യുന്നത്. വിരിപ്പ് മുണ്ടകനുമായിരുന്നു നേരത്തെ ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ പച്ചക്കറി കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ട് വിരിപ്പ് മാത്രം നമ്മുടെ ഓണത്തോടുകൂടി വിരിപ്പ്, ഓണം കഴിയുമ്പം തന്നെ സെപ്റ്റംബർ മാസത്തോടെ വിരിപ്പ് കൊയ്തു മാറുകയും അപ്പോൾ ആ പാടം പിന്നെ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ അങ്ങനെ 5 മാസക്കാലത്തേക്ക് നമുക്ക് പാടത്ത് പച്ചക്കറി ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ആ രീതിയിലുള്ള 2 കൃഷിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പച്ചക്കറി 2 പ്രാവശ്യം ചെയ്യും. പിന്നെ അന്നേരത്തേക്ക് നമ്മൾ നെൽകൃഷിയുടെ ഇത് കഴിയുമ്പോഴത്തേക്ക് നെൽകൃഷിയോടൊപ്പം തന്നെ പൊക്ക വരമ്പുകളിലും ബാക്കിയുള്ള പറമ്പ് സ്ഥലങ്ങളിലും പച്ചക്കറി ചെയ്തുകൊണ്ട് ഫുൾ ടൈം, അതായത് കൃഷി തന്നെയാണ് എൻ്റെ വരുമാനവും തൊഴിലും, കൃഷി തന്നെയാണ് ജീവിതം. അങ്ങനെ ആ ഫുൾ ടൈം കൃഷിയുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വെണ്ടയും പയറും ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട വിത്തുകൾ പാകിയാണ് മുളപ്പിക്കുക. എന്നാൽ മറ്റ് പച്ചക്കറി ഇനങ്ങളെല്ലാം സാനുമോൻ തന്നെ ഉണക്കി സൂക്ഷിക്കുന്ന നാടൻ വിത്തുകളിൽ നിന്ന് തന്നെ. മഴക്കാലത്ത് ജലനിരപ്പുയർന്ന് കൃഷി നശിക്കാനുള്ള സാധ്യത കണ്ടറിഞ്ഞ് വാരകോരിയും കൂനകൂട്ടിയുമാണ് പ്രധാന പച്ചക്കറി വിളകൾ നടുക. ചൊരിമണലിൽ ജലസേചനം ഏറെ പ്രധാനമാണ്. രോഹുവും കട്ലയും സിലോപ്പിയയും ആറ്റുവാളയും ഒക്കെ നീന്തുന്ന 3 കുളങ്ങളാണ് സാനുവിന്റെ കൃഷിയിടത്തിലുള്ളത്. മത്സ്യകാഷ്ടം വീണ് ലവണാംശം ലയിച്ച കുളത്തിലെ ജലമാണ് പച്ചക്കറി വിളകൾക്ക് നനയ്ക്കാനെടുക്കുക. മത്സ്യകൃഷി ചെയ്യുന്ന കുളത്തിലെ വെള്ളം കൊണ്ട് മാത്രമാണ് നമ്മൾ ചെടിക്ക് നനയ്ക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾക്ക് വെള്ളത്തിൽ ഓക്സിജൻ്റെ അളവ് കൂടുതലുണ്ടാകും. അതോടൊപ്പം തന്നെ ഇത് ഓടുന്നതോടൊപ്പം ഇതിൻ്റെ കാഷ്ടങ്ങളും അങ്ങനെ മത്സ്യത്തിൻ്റെ കാഷ്ടങ്ങളെല്ലാം വീണ് ആ വെള്ളത്തിന് ലവണങ്ങൾ കൂടുതലുണ്ടാകും. അപ്പോൾ ആ വെള്ളം നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഒന്നുകൂടെ ചെടിക്കൊരു ഊർജം കിട്ടുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ചാണകം, വേപ്പിൻ പിണ്ണാക്ക്, കോഴിക്കാഷ്ടം, ചാരം, കമ്പോസ്റ്റ് എന്നിവയുടെ മിശ്രിതമാണ് പച്ചക്കറി വിളയ്ക്കുള്ള പ്രധാന വളം. ജൈവ കുമിൾനാശിനിയും ജീവാണുവളങ്ങളും പ്രയോഗിക്കുന്നത് മൂലം സൂക്ഷ്മ മൂലകങ്ങളുടെ ലഭ്യതയും ചെടികൾക്കുണ്ടാകുന്നു. മിശ്രിത വളപ്രയോഗം മൂലം മണ്ണിന്റെ ഈർപ്പം നിലനിർത്താനാകുമെന്ന് സാനു തന്റെ അനുഭവത്തിൽ നിന്നും പറയുന്നു. ചാണകത്തിന്റെ തെളിവെള്ളം തളിച്ചു കൊടുക്കുന്നത് ധാരാളം പൂക്കൾ ഉണ്ടാകുന്നതിനും കായ്ഫലം കൂട്ടാനും ഉപകരിക്കുന്നു. ചാണകവും കോഴിക്കാഷ്ടവും കൂടെ മിക്സ് ചെയ്ത് വെള്ളം തളിച്ച് 2 ദിവസം ഇട്ടേക്കും. എന്നിട്ട് അത് അതിൻ്റെ കാഷ്ടത്തിൻ്റെ കൂടെ ചൂട് മാറിക്കഴിയുമ്പോഴത്തേക്ക് മിക്സ് ചെയ്ത ആണ് വളങ്ങൾ ഉപയോഗിക്കുന്നത്, ചെടികൾക്ക് കൊടുക്കുന്നത്. എന്നിട്ടിപ്പോൾ ചൂട് കൂടുതലായത് കാരണം 2 നേരം നനച്ചെത്തത്തില്ലെങ്കിലും മാക്സിമം അങ്ങനെ ഉള്ള ചൂട് കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ചെടിക്ക് 2 നേരം നനക്കാറുണ്ട്. അങ്ങനെയുള്ള വളപ്രയോഗങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അത്യാവശ്യം സൂക്ഷ്മമൂലകങ്ങളായ സൂഡോമോണസം, ട്രൈക്കോഡർമ അങ്ങനെയുള്ള ഇതും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മണ്ണിര കമ്പോസ്റ്റും ഈ ചാരവുത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടാഷിൻ്റെ ഇത് കിട്ടിക്കോളും. പിന്നെ അതുകൂടാതെ മണ്ണിലെ ഈർപ്പം പിടിച്ചു നിർത്താനായിട്ട് നമ്മൾ ഈ വളം മിക്സ് ചെയ്ത് എല്ലാം കൂടെ വളം ഇടുമ്പോഴത്തേക്ക് അത് ഈർപ്പം പിടിച്ചു നിർത്താൻ സാധിക്കുന്നുണ്ട്. അതായത് ചെടികൾക്ക് അധികം ചൂട് ഏൽക്കത്തില്ല. ചാണകം പിണ്ണാക്കും കൂടെ പുളിപ്പിച്ച് ചെടി വളർന്ന് ഒരു 3 മാസം പ്രായമാകും തൊട്ട് അത് കൊടുക്കുമ്പോഴത്തേക്ക് സൂക്ഷ്മാണുക്കൾ ഒത്തിരി ഉണ്ടാകും. അതോടുകൂടി ഇരട്ടി വിളവ് ലഭിക്കാൻ അത് സഹായമാകും. അങ്ങനെ 2-3 രീതിയിലുള്ള വള പ്രയോഗം നമ്മൾ ചെയ്യുന്നുണ്ട്.
എണ്ണയടങ്ങുന്ന വേപ്പിൻ പിണ്ണാക്ക് കീടനാശിനിയായി തളിച്ചു കൊടുക്കുന്നു. അമ്പത് ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് 1 ലിറ്റർ വെള്ളത്തിൽ കിഴികെട്ടിയിട്ട് 24 മണിക്കൂറിന് ശേഷം ഞെക്കി പിഴിഞ്ഞെടുക്കുന്ന ലായനി ഉപയോഗിച്ചാൽ ഏത് കീടവും അകന്നു പോകുമെന്നാണ് സാനുവിന്റെ കണ്ടെത്തൽ. കീടനാശിനിയുടെ വേപ്പൻ പിണ്ണാക്ക് 1 ലിറ്റർ വെള്ളത്തിൽ 50 ഗ്രാം എന്ന കണക്കിന് കിഴികെട്ടി ഇട്ട് കഴിഞ്ഞിട്ട് 24 മണിക്കൂർ കഴിഞ്ഞിട്ട് അത് ഞെക്കിപ്പിഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ വെള്ളം അതിൻ്റെ ആ ലായനി ഡയറക്റ്റ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പുഴു ഒരു പരിധിവരെ നമുക്ക്, കാരണം അത് ആദ്യം മുതൽ അവലംബിക്കുകയാണെങ്കിൽ പുഴു ആ ഏരിയയിൽ വരത്തില്ല. കാരണം എണ്ണ എടുക്കാത്ത വേപ്പൻ പിണ്ണാക്കാണ് നമ്മൾ വെള്ളത്തിൽ ഇടുന്നത്. അതോടൊപ്പം തന്നെ ഫിഷ് അമിനോ ആസിഡ്, കാരണം അത് വളമാണ്, പൂവും കായും ഒത്തിരി ഉണ്ടാകാനായിട്ട് ഉപകരിക്കും. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കിയിട്ട് മത്തിശർക്കര ലായനിയാണ് അത് ഉണ്ടായി കഴിഞ്ഞിട്ട് അതിനകത്ത് ഒരു കർപ്പൂരം, നമ്മളൊരു 5 ലിറ്റർ വെള്ളത്തിൽ ഒരു ചെറിയ കട്ട കർപ്പൂരം കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും പുഴുവിൻ്റെ ശല്യം ഉണ്ടാകത്തില്ല. കഞ്ഞിക്കുഴി കൃഷിഭവന്റെ പ്രത്യേക ശ്രദ്ധയും സഹകരണവും സാനുമോന്റെ കൃഷിയിടത്തിലുണ്ട്. ആധുനിക കാർഷിക രീതിയിലെ ശാസ്ത്രീയ വശങ്ങൾ അറിയുന്നതിനും കാർഷിക വൃത്തിക്ക് കൂടുതൽ ഊർജം പകരുന്നതിനും ഇത് സാനുമോനെ സഹായിക്കുന്നു. കൃഷി വകുപ്പിന്റെ കീഴിലെ ഒരു ഫാം സ്കൂൾ കൂടിയാണ് സാനുമോന്റെ സമ്മിശ്ര കൃഷിയിടം. പരസ്പര പൂരകങ്ങളായിട്ട് ഒന്നിൻ്റെ ചെയ്യുന്നത് മറ്റേതിനെ വളമാക്കിക്കൊണ്ട് വളരെ നല്ല രീതിയിലുള്ളൊരു സംയോജിത കൃഷിയാണ് സാനുമോൻ അനുവർത്തിച്ചു വരുന്നത്. അതുപോലെ തന്നെ കീടനിയന്ത്രണങ്ങൾക്കും മറ്റ് വിളകൾക്ക് എന്ത് പ്രശ്നം വന്നാലും കൃഷിഭവൻ്റെ സഹായം തേടുകയും കൃഷിഭവൻ്റെ ഉപദേശപ്രകാരം ജൈവ കീടനാശിനികളും ജൈവ കുമിൾനാശിനികളും ഉപയോഗിച്ചുള്ള കീടനിയന്ത്രണ പ്രവർത്തനങ്ങളുമാണ് സാനുമോൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംയോജിത കൃഷിയുടെ ഒരു ഫാം സ്കൂൾ ഇവിടെ നടത്തിയായിരുന്നു. ആത്മാ പദ്ധതി പ്രകാരം ഫാം സ്കൂൾ 6 ക്ലാസുകൾ സംഘടിപ്പിക്കും. ഈ പ്രദേശത്തുള്ള വിവിധ കർഷകർ ഇവിടെ വന്ന് ക്ലാസ് കേൾക്കുകയും സാനുമോന്റെ കൃഷി കണ്ടിട്ട് ആ കൃഷി രീതി സ്വന്തം സ്ഥലത്ത് അവലംബിക്കുകയും ചെയ്യുന്ന ഒരു രീതി. അങ്ങനെ തന്നെ ഈ പ്രദേശത്ത് ഈ വാർഡിലെ ഒത്തിരി കർഷകർ കാർഷിക മേഖലയിലേക്ക് വരികയും അതുപോലെ തന്നെ കൂടുതൽ പേരും സംയോജിത കൃഷി ചെയ്യാനും മത്സ്യകൃഷിയും താറാവ് വളത്തിലും ഒക്കെ കൂടെ ക്ലബ് ചെയ്ത് ചെയ്യാനും തുടങ്ങിയത് സാനുമോന്റെ കൃഷി രീതി കണ്ടിട്ടാണ്. ഒരുപാട് യുവാക്കളെ സാനുമോൻ കൃഷിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ആത്മാ ഫാം സ്കൂളിൻ്റെ ഒരു പ്രവർത്തന ഭാഗമായിട്ടാണ് അതിന് നമുക്ക് സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സംയോജിത കൃഷിത്തോട്ടത്തിന് കൃഷിവകുപ്പ് നൽകുന്ന സഹായം നമ്മൾ സാനുമോന് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാം അതുപോലെ സൂക്ഷ്മമൂലകങ്ങളുടെ ഒരു കുറവ് നമ്മുടെ മണ്ണിൽ കാണുന്നുണ്ട്. ആ സൂക്ഷ്മമൂലകങ്ങളുടെ കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള മൈക്രോ ന്യൂട്രിയൻ്റ് സ്പ്രേ ചെയ്യുന്ന ഉൾപ്പെടെ അതുപോലെ ജീവാമൃതം, ബീജാമൃതം ഇങ്ങനെയുള്ള ജൈവ കുമിൾനാശിനികൾ ഇതെല്ലാം ഉണ്ടാക്കി അതുപോലെ ട്രൈക്കോഡർമ ചാണകത്തിൽ മിക്സ് ചെയ്ത് വളർത്തി കൾച്ചറാക്കിയിട്ട് അത് പച്ചക്കറി കൃഷിക്ക് ഉപയോഗിക്കുന്ന രീതി, ഇതെല്ലാം സാനുമോൻ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയും അദ്ദേഹം അത് സ്വയം ചെയ്യുകയും അതോടൊപ്പം തന്നെ മറ്റു കർഷകരെ കൊണ്ട് ചെയ്യിക്കുകയും മറ്റു കർഷകരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സാനുമോൻ. പച്ചക്കറിക്കൊപ്പം വെറ്റില കൃഷിക്കും ഒരിടം സാനുമോന്റെ പാടത്തുണ്ട്. വെറ്റില വള്ളികളെ സംരക്ഷിക്കുന്നതിൽ സാനുവിനെ സഹായിക്കാൻ പിതാവുമുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ 1 or 2 തൊഴിലാളികളെ കൂട്ടുന്നതൊഴിച്ചാൽ പാടത്തെ എല്ലാവിധ കൃഷിപ്പണികളും സാനുമോൻ തന്നെ ചെയ്യുന്നു. ഗ്രാമപഞ്ചായത്തിന്റെ മുട്ടക്കോഴി പദ്ധതി പ്രകാരം ലഭിച്ച 50 കോഴികളാണ് വലക്കൂട്ടിലുള്ളത്. തീറ്റ കൊടുക്കുന്നതിനും വെള്ളം കുടിക്കുന്നതിനും പ്രത്യേകം സംവിധാനങ്ങൾ കൂട്ടിലുണ്ട്. കൂടിന് മുകളിലെ ബക്കറ്റിൽ നിന്നും ബ്രൂഡർ വഴി ജലം കോഴികൾക്കടുത്തെത്തുന്നു. കോഴിയുടെ ചുണ്ട് മുട്ടിയാൽ മാത്രം ജലത്തുള്ളികൾ ബ്രൂഡറിൽ നിന്നും പുറത്തേക്ക് എത്തുന്നതിനാൽ കൂട് വൃത്തിയായി സൂക്ഷിക്കാനും കഴിയുന്നു. കോഴികളുടെ നിരയ്ക്ക് പിൻഭാഗത്തായി മുട്ടയിടാനുള്ള സൗകര്യവും കൂട്ടിലുണ്ട്. കോഴിക്കാഷ്ടം താഴെയുള്ള പ്രതലത്തിൽ വിരിച്ചിരിക്കുന്ന ടാർപോളിനിലേക്ക് പതിക്കുന്നതിനാൽ വളപ്രയോഗത്തിനായി അതെടുത്തു മാറ്റാനും സാധിക്കുന്നു.
സാനുവിന്റെ ജൈവ പച്ചക്കറികൾക്ക് അനുദിനം ആവശ്യക്കാരേറി വരുന്നു. സാനുവിന്റെ നേതൃത്വത്തിൽ കഞ്ഞിക്കുഴിയിലെ 50 കർഷകരുടെ കൂട്ടായ്മ പച്ചക്കറി ഇനങ്ങളുടെ വിപണനത്തിനായി ദേശീയ പാതയോരത്ത് ആരംഭിച്ച ജൈവ പച്ചക്കറി വിപണന കേന്ദ്രത്തിലൂടെയാണ് പ്രധാന വിൽപ്പന. തന്റെ കാർഷിക മേഖല വിപുലമാക്കിയിട്ട് 8 വർഷക്കാലമേ ആകുന്നുള്ളൂവെങ്കിലും കഴിഞ്ഞ 12 വർഷക്കാലമായി സാനുമോൻ കഞ്ഞിക്കുഴി പാടത്തെ വെള്ളാര മണലിൽ അധ്വാനത്തിന്റെ വിയർപ്പ് മണികൾ വീഴ്ത്തുന്നു. അവിടെ വിളയുന്ന സമൃദ്ധി കണ്ടറിഞ്ഞ് ആ യുവ കർഷകനെ ആദരിക്കാനെത്തിയ പ്രസ്ഥാനങ്ങളും ഏറെ. മികച്ച ജില്ലാതല ജൈവ കർഷകനുള്ള 2015 സരോജിനി ദാമോദരൻ അക്ഷയശ്രീ പുരസ്കാരം, 2014 PP സ്മാരക കാർഷിക പുരസ്കാരം, 2014-15 മികച്ച കർഷകനുള്ള കാർഷിക വകുപ്പിന്റെ ജില്ലാതല പുരസ്കാരം, കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ ആദരം, സാനുമോനെ തിരഞ്ഞെത്തിയ അംഗീകാരങ്ങളുടെ നിര നീളുന്നു. കാർഷിക രംഗമേകുന്ന ആദായവും സ്വാതന്ത്ര്യവും മറ്റൊരു മേഖലയിൽ നിന്നും ലഭിക്കില്ലെന്ന് കഞ്ഞിക്കുഴിയിലെ യുവ കർഷകൻ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാ വിളകളും കൃഷിയാണ്. ഇപ്പം ഞങ്ങളുടെ ഇവിടെ അങ്ങനെ ചെയ്യുന്ന കാരണം ഞങ്ങൾക്ക് വിപണനത്തിന് ഒരു പ്രശ്നവുമില്ല. കാരണം എല്ലാ ഐറ്റവും ഉണ്ടെങ്കിലേ നമുക്ക് വിറ്റ് പോകാനും സാധിക്കുകയുള്ളൂ. കൃഷി ആദായകരമാണെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പം അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഒരു IT മേഖലയിൽ തൊഴിലെടുക്കുന്ന ഒരാളുടെ വരുമാനത്തെ കൂടുതൽ നമ്മൾ ഈ ഫീൽഡിൽ കാര്യമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എനിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളുമാണ് ഉണ്ടായിട്ടുള്ളത്. വിത്തിന്റെ തെരഞ്ഞെടുപ്പ് മുതൽ വിളയുടെ പരിപാലന ഘട്ടങ്ങൾ വരെ ആത്മാർത്ഥമായ ശ്രദ്ധ പുലർത്തിയെങ്കിലേ കൃഷി ലാഭകരമാക്കാനാകൂ എന്ന് ഓർമ്മിപ്പിക്കുന്നതിനൊപ്പം ഒരു വിളയിൽ കേന്ദ്രീകരിക്കാതെ സംയോജിത കാർഷിക രീതി അവലംബിക്കുകയാണ് ഇന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ ഏറെ പ്രയോജനപ്രദമെന്നും സാനുമോൻ ചൂണ്ടിക്കാണിക്കുന്നു. അതിന് നേർസാക്ഷ്യമായി ഈ കഞ്ഞിക്കുഴി കർഷകൻ കാർഷിക കേരളത്തിന് സമർപ്പിക്കുന്നത് തന്റെ പാടത്തെ വിളവിന്റെ നിറവ് തന്നെ.